അത് ഉപയോഗിക്കുന്നവരെ കുറ്റം പറയുകയല്ല, ഉപയോഗിക്കാത്തതാണ് നല്ലതെന്നും ഞാൻ പറയില്ല ഒരിക്കലും. അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര തെറ്റാണെന്നും ഞാൻ പറയില്ല. അതൊരു ശീലങ്ങളാണ് ഓരോരുത്തരുടെ. അത് നമ്മളെ ചുറ്റും നിൽക്കുന്നവര് ഒരു സ്വസ്ഥത കളയുന്നുണ്ടെങ്കിൽ നമ്മളത് കുറ്റം. തീർച്ചയായിട്ടും കൃത്യ മറുപടി ഷൈന പറഞ്ഞത്, കൃത്യ മറുപടിയാണ് കേട്ടോ ഡാഡി പറഞ്ഞത്. ഷൈൻ പറഞ്ഞ ഒരു പോയിന്റാണ്. ഷൈൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടു. ഞാനും അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നാണ്. നിങ്ങൾ ആ പോകുന്ന സീനുകൾ കണ്ട് ഞാൻ കൈ പിടിച്ചവരെ കൊണ്ടേ ആ പോയിട്ട് വിട്ടുപോകാൻ. നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഞാൻ പറയാ, മാധ്യമ സ്ഥലത്ത് നിന്ന് ആരും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരുടെയും പ്രവർത്തന മേഖല അതാണ്, അല്ലേ? നമ്മളിപ്പോ ഈ ഭൂമി സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, സൂര്യനെ വട്ടം വെച്ചോണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറില്ലല്ലോ. ഒരിക്കലും മാറില്ല. അപ്പൊ മാറേണ്ടത് ആദ്യം ഞാനാണ്. ആ മാറ്റമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിൽ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാനും ഒന്ന് കണ്ടാണ്. അത് നിങ്ങളെ ഷൈൻ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ പോയ കാലഘട്ടങ്ങളായിരുന്നു ഇത്രയും നാൾ, അല്ലേ? ഇത്രയും നാൾ. പക്ഷെ വർക്കിന്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ നമ്മൾ ആരും ഒന്നും പറയുന്നില്ല ഇന്ന് വരെ. അതുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോഴും പോസിറ്റീവ് ഉള്ള എവിടെയും വർക്കിന്റെ കാര്യത്തിൽ താങ്കൾ കൃത്യമാണെന്നുള്ള കാര്യം. കൃത്യമല്ല, ഞാൻ അതിൽ വെള്ളം ചേർക്കില്ല. കാരണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. ആ ഒരു വാക്കാണ് കേട്ടോ. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഡാഡി എടുത്തോളാം. അന്നത്തെ നിങ്ങളുടെ യാത്രയും ഇതും ഡാഡിയുടെ സ്പീഡ് അപ്പോഴും അങ്ങനെയാണ്. മമ്മിക്ക് സ്പീഡ് കുറയുന്നു, മമ്മിയുടെ പ്രായമേറുന്നു, ഡാഡിക്കും പ്രായമേറുന്നുണ്ട്, ജോക്കുട്ടിനും പ്രായമേറുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും പറയാം. പക്ഷെ അത് ഇവനെ വല്ലാതെ ഉലർത്തി അവന്റെ മനസ്സിലാഴത്തിൽ. കാരണം ഇവര് കണ്ടപ്പോ ഇതിനു ശേഷം അവിടെ ബാംഗ്ലൂർ പോകുന്നു, ഡി അഡിക്ഷൻ സെന്ററിൽ നിൽക്കുന്നു, ഇവനും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് വിളിപ്പിക്കുന്നു, അവിടെ നിന്നും വണ്ടി യാത്ര ഇങ്ങോട്ട് ടെൻഷൻ അടിച്ചിട്ടുള്ള യാത്രകളാണ്. എന്നിട്ട് അതിനുശേഷം എന്നിട്ട് SH പോകുന്നു, അവിടുത്തെ ചികിത്സ. SH പോകുമ്പോ പറയണത് അവിടെ കുത്തി വയ്ക്കും, പിന്നെ പുറത്തു വരൂല, അങ്ങനത്തെ കഥകളൊക്കെയാണ്. ഞാൻ മാത്രമല്ല, അടക്കം പറഞ്ഞു. അല്ല, ഞാനും എനിക്കും ആ ഹോസ്പിറ്റലിൽ അറിയാം അങ്ങനത്തെ ട്രീറ്റ്മെന്റ്. അവിടെ ചെന്നപ്പോ അല്ല, അത് കഴിഞ്ഞിട്ട് എനിക്ക് സമാധാനം. നിങ്ങൾക്ക് എല്ലാവർക്കും റൂം കിട്ടി വന്നപ്പോ എനിക്ക് ഭയങ്കര സമാധാനം. ഞാൻ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നത്. ഇതെല്ലാം ഇവരാണ് അനുഭവിക്കുന്നത്. അതാണ്, അതൊക്കെ നിങ്ങളാണ് അനുഭവിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റമാണ് ഷൈൻ ഉൾക്കൊള്ളുന്നത്. ഡാഡിയെ സംബന്ധിച്ചുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ മാനേജറാണ്, ഇപ്പോൾ മാനേജറാണ്, ഡാഡിയുമാണ്. ഇപ്പം ഷൈനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ രാത്രിയുടെ ഉറക്കമുണ്ടല്ലോ, സുഖമായിട്ട് ഉറങ്ങുന്നു, സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഷൈൻ പറഞ്ഞ ഒറ്റ പോയിന്റാണ് മമ്മി, ഈ തോടെ വട്ടയപ്പം ഉൾപ്പെടെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞ ഈസ്റ്ററിന് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ കൂടാൻ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ഇറച്ചി വട്ടയപ്പം ഉണ്ടാക്കി വെച്ചു. പക്ഷെ അവനവിടെ വന്നിട്ട് നോക്കുമ്പോ അതൊന്നും തിന്നുന്ന ആരെങ്കിലും അവൻ വണ്ടി എടുത്തിട്ട് പോയി. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിനോട് ഇപ്പോഴാണ് നിങ്ങൾ പറയണതെന്ന്. ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അത് കൈകൊണ്ട് കഴിക്കാണ്ടാണ് നീ അന്ന് പോയി. അപ്പൊ തന്നെ പോവാണ്. നിനക്ക് തന്നില്ല, നീയൊക്കെ തിന്നത്. നീ ആദ്യം തിന്ന്. അല്ല മമ്മി, ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെ അതിനാണ്. ഇപ്പൊ സംതൃപ്തി അല്ലേ മമ്മി? തീർച്ചയായിട്ടും. അങ്ങനെ മനസ്സ് മമ്മിയുടെ, അല്ല ഞാൻ മമ്മിയെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. മമ്മിയുടെ മുഖത്തിൽ തന്നെ ഒരു പ്രസാദം. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന്, ഞാൻ മമ്മിയായിട്ട് മമ്മിയുടെ സ്ഥാനത്ത് നിന്ന് കാണുന്നതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അല്ലാതെ ഞങ്ങളുടെ കഴിവോ അവന്റെ കഴിവോ ഒന്നുമല്ല. ദൈവം അതിൻ്റെ എല്ലാ തരത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രത്യേകിച്ചും ഞങ്ങൾ മാധ്യസ്ഥം തേടുന്ന മാതാവ്, തിരുവാസന മാതാവിന് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും. അവന് എപ്പോഴെങ്കിലും അവന് മനസ്സ് ശരിയാവണം. ഒരു മനസ്സ് ശരിയാവണം എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷമായിട്ട് ഉള്ള അവന് ഇങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ട്. അതുവരെയുള്ള ഷൈനെ ആയിരുന്നില്ല ഇപ്പോൾ 2-3 വർഷമായിട്ട്. എന്നാൽ മാറ്റങ്ങൾ കുറേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം, ഞാൻ പറഞ്ഞു 99% മാറ്റം വന്നത് ഈ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് അവൻ മാറാൻ സ്വയം തീരുമാനിച്ചപ്പോഴാണ്. അതിന് ഞങ്ങൾ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.